നല്ല പ്രതീക്ഷയുണ്ട്. വളരെ ശുഭാപ്തി വിശ്വാസം. രാവിലെ എനിക്ക് കിട്ടിയിട്ടുള്ള എല്ലാ സന്ദേശങ്ങളും എല്ലാം പോസിറ്റീവാണ്. എൻ്റെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സന്ദേശം, അമ്പലത്തിൽ പോയപ്പോൾ കിട്ടിയ ഒരു സന്ദേശം എല്ലാം വളരെ വളരെ പോസിറ്റീവാണ്. അതെ, ഞാൻ വിചാരിച്ചു എൻ്റെ ഈ ഒരു കാര്യം തീർത്ത് കഴിഞ്ഞ പിന്നെ ഇടയ്ക്കൂടെ മാറണ്ടല്ലോ. ഒരുപാട് ബൂത്തുകളുണ്ട് കവർ ചെയ്യാൻ. 209 ബൂത്തുകളാണ് എൻ്റെ നിയോജക മണ്ഡലത്തിലുള്ളത്. അപ്പോൾ ഏകദേശം അതിൻ്റെ 4/1 സ്ഥലങ്ങളിൽ പോകണം എനിക്ക്. അപ്പോൾ അതിൽ 50-60 സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ ഓടി നടക്കണ്ടേ. തീർച്ചയായും ഇത് ജനം ഈ വികസനം ആഗ്രഹിക്കുന്നു, ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. മതിയായി എന്നുള്ള, ഇപ്പോഴത്തെ ഈ ഒരു സിസ്റ്റം മതിയായി എന്നുള്ള ഒരു ആഗ്രഹം ജനങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ജനം NDAക്ക് ഫേവറബിളായിട്ട് തന്നെ വോട്ട് ചെയ്യും എന്നാണ് വലിയ ഒരു ഇപ്പോഴുള്ള ഒരു പ്രതീക്ഷ. തീർച്ചയായിട്ടും തുറക്കും. അതെ, അത് നന്നായിട്ട് പോകുന്നുണ്ട്. കാരണം എനിക്ക് മാത്രമല്ല, എൻ്റെ എല്ലാ ബന്ധുക്കൾക്കും കുറേ അധികം വോട്ട് തിരുവനന്തപുരത്തുണ്ട്. അപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിലെ കരമന അങ്ങനെ ബന്ധുജനങ്ങൾ ഇങ്ങനെ വികസിച്ച് കിടക്കുകയാണ്. തിരുവനന്തപുരത്ത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബ വീടാണ്, അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയൊക്കെ കുടുംബ വീടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു വലിയ ഒരു വോട്ടിൻ്റെ ഒരു വർധനവ് NDAക്ക് ഉണ്ടാവും ഈ 4 സ്ഥലങ്ങളിൽ. അതിലപ്പുറം പ്രതീക്ഷിക്കാമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഒരുപാട് മാറ്റം. അത് പ്രചാരണത്തിൽ പോലും വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുറച്ചും കൂടെ ഒരു സമയക്കുറവുണ്ട്, ആയാസകരമായിരുന്നു. പിന്നെ കുറച്ചുകൂടെ കൂടുതൽ ഏരിയ കവർ ചെയ്യണമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നി ഈ നിയമസഭയിലേക്ക് വരുമ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടെ കൂടുന്നുണ്ട്. നമുക്ക് ആളുകൾക്ക് ചെയ്തു കൊടുക്കേണ്ടതായിട്ടുള്ള കുറച്ച് വാഗ്ദാനങ്ങൾ അത് പൂർണ്ണമായിട്ട് പാലിക്കപ്പെടണം. വികസനം എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു കൂടുതൽ ആത്മാർത്ഥതയും കൂടുതലൊരു ഡെഡിക്കേഷനും വേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പറയാവുന്ന രീതിയിലൊക്കെ ജനങ്ങളോട് പറഞ്ഞ് ഫലിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി ചെയ്യുകയും കൂടെ വേണമല്ലോ. അപ്പോൾ ആ പ്രവൃത്തിക്ക് ഒരു മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഇല്ല. ശോഭാ സുരേന്ദ്രൻ അതൊരു ഹൈപ്പായി. അവസാന നിമിഷം ആ ശോഭയ്ക്ക് നല്ലൊരു നിങ്ങളെല്ലാവരും കൂടി ഒരു പ്രശസ്തി കൊടുത്തു. അതുകൊണ്ട് ചിലപ്പോൾ കൂടും വോട്ട്. അല്ലല്ല, ഇത് കാശൊന്നും കൊടുത്തിട്ടില്ലല്ലോ. അത് നമ്മൾ തെളിയിക്കാൻ പറ്റിയിട്ടില്ല. ഒരു പത്രവാർത്ത ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു നെഗറ്റിവിറ്റി ഉണ്ടാക്കി. എൻ്റെ കാര്യത്തിലും അങ്ങനെ ആയിരുന്നല്ലോ. ഒരുപാട് നെഗറ്റീവ് പത്രവാർത്തകൾ നിങ്ങൾ ഉണ്ടാക്കി. അത് ഞാനിപ്പോൾ അതിനെപ്പറ്റി പ്രതികരിക്കുന്നില്ല. അത് പാർട്ടിയും ശോഭയും ഓൾറെഡി പ്രതികരിച്ച് അതിനൊരു ഡിഫൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ജനം വിശ്വസിക്കുന്നുണ്ട്, ഞാനും അത് വിശ്വസിക്കുന്നു. ശോഭ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. രാഷ്ട്രീയ പാർട്ടി പുത്തരിയൊന്നുമല്ലല്ലോ ശോഭയ്ക്ക്. വളരെയധികം ഒരുപാട് നാളായിട്ട് ഈ രാഷ്ട്രീയ ഫീൽഡിൽ നിൽക്കുന്ന ഒരാൾ, ഒരുപാട് മത്സരങ്ങൾ നേരിട്ടിട്ടുള്ള ഒരാൾ അങ്ങനെ ഒരു വിഡ്ഢിത്തം ചെയ്യുമോ? അതുമല്ല, അങ്ങനെ ചെയ്യും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ക്യാമറ ആളും കൂട്ടി പുറകെ നടക്കുമോ? ഇത്രയും 2 ദിവസമായിട്ട് പുറകെ നടന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് എന്താ അവർക്ക്, കോൺഗ്രസ്സുകാർക്ക് എന്താ പുറകെ നടന്നിങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്ന ഉറപ്പുള്ളതുപോലെ ഇത്രയും പരിചയമുള്ള ഒരു കാൻഡിഡേറ്റ് ആര് കൊടുത്തു എന്നുള്ളതാണ്. നോക്കട്ടെ, എനിക്ക് അതിനെപ്പറ്റി പറയാൻ ആഗ്രഹമില്ല. ഞാൻ എൻ്റെ കാര്യം പറയട്ടെ. അല്ല, അതൊക്കെ അവർ തെളിയിക്കുന്നേ. നമ്മൾ കേസ് അന്വേഷിക്കുവാണല്ലോ. കളക്ടർ അന്വേഷണ റിപ്പോർട്ട് കൊടുത്തു, കേസ് അന്വേഷിക്കുന്നു. അതൊക്കെ തെളിയും. സത്യം മനസ്സിലാവും എല്ലാവർക്കും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആരോപണം വരുന്നത് BJPക്കെതിരെയാണ്. ആവുമല്ലോ. അല്ല, ആവും. നിങ്ങൾ BJP ഇല്ലല്ല, BJP ഇങ്ങനെ ഉയർന്നു വരുന്നത് കണ്ട് ഭയപ്പെടുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ആരോപണങ്ങൾ ഉണ്ടാക്കും. അത് മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുകയും ചെയ്യും. അതങ്ങനെയാണ് അതിൻ്റെ സ്ഥിതി. വർഷങ്ങളായിട്ട് 70-79 വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്നത് എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലൊരു ഉയർച്ച ഉണ്ടാകുന്നത്. അതിന് സമ്മതിക്കില്ല അവർ, എന്ത് വില കൊടുത്തു. ഒരു പേടി, ചില കക്ഷികൾക്കുള്ള തൽപര കക്ഷികൾക്കുള്ള ഒരു ഭീതി. ആ ഭീതി കാരണം ഇങ്ങനെ വിമർശനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷേ അതൊക്കെ അതിജീവിച്ച് മുന്നേറുന്ന ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അതുകൊണ്ട് ഇതിലൊന്നും ഞങ്ങൾക്ക് ഭയവുമില്ല, തളർത്താനും ആവില്ല. മോദിജിയുടെ ബഹനാണ് ഞാൻ, ഛോട്ടി ബഹൻ. അങ്ങനെ തന്നെയാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും അത് നല്ലൊരു ഇഫക്റ്റ് ഉണ്ടാവും. അവർ പ്രതീക്ഷിച്ചോട്ടെ, അവരുടെ ആഗ്രഹമല്ലേ.
പ്രദർശിച്ചോട്ടെ. ഞാൻ വളരെ നല്ല രീതിയിൽ ജയിക്കും, അതേ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും.